ഹലോ ഗായ്സ്, നമുക്ക് കുറച്ച് ചേമ്പ് ഇതിൻ്റെ തടയുണ്ട് കേട്ടോ. ഇത് ചീമച്ചേമ്പാണ് കേട്ടോ. നമ്മൾ കോട്ടയത്തൊക്കെ ചീമച്ചേമ്പെന്ന് പറയും. ചീമച്ചേമ്പിൻ്റെ തടയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് കുഴിച്ച് വയ്ക്കണ്ടല്ലോ. നമുക്കിതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു ഇതായിട്ട് കുഴിച്ച് വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് 2 എണ്ണം ആക്കാമെന്ന് തോന്നുന്നു അല്ലേ. 2 പീസായിട്ട് വേണമെങ്കിൽ വെക്കാം. ഇതിങ്ങനെ മുറിച്ച് വെക്കാം. മുറിച്ച് വെച്ചിട്ട് ഇത് കിളിർത്ത് വരട്ടെ. കിളിർത്ത് വന്നിട്ട് നമുക്ക് കുഴിച്ച് വെക്കാം. ഇതും അതുപോലെ നമുക്ക് 2 ആക്കാം. ഇതൊരു തടയായിട്ട് കുഴിച്ച് വെക്കാം. ഇതിനെ നമുക്കൊന്നും കൂടെ 2 ആക്കാം. അയ്യോ, അത് ചെറുതായിപ്പോയി. മുള വരട്ടെ. ഇതിനൊക്കെ മുള ചെറിയ രീതിയിൽ മുള വരുന്നുണ്ട്. എന്നാലും മുള വരട്ടെ. അവിടെ ഇതിങ്ങനെ ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇതിനെ തടം വെട്ടണം. ഇത് കുഴിച്ച് വയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് 1-2 എണ്ണം ഇപ്പോൾ അങ്ങോട്ട് കുഴിച്ച് വയ്ക്കാമേ. ഇതും വലുതാണ്. ഇത് നമുക്ക് മുറിക്കാം. മുറിച്ചിട്ട് ആഞ്ഞു കിട്ടിയപ്പോൾ അത് റെഡിയായി കേട്ടോ. ഇതിനെ ഇനി നമുക്ക് 2 ആക്കാം കേട്ടോ. 2 ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു കുഴിയിൽ 2 ഇതൊക്കെ മുള വരട്ടും. മുള വന്നിട്ട് നമുക്ക് കുഴിച്ച് വയ്ക്കാം. ഇത് ഇങ്ങനെ ഒഴിച്ച് വെക്കാം. കുറച്ച് വിത്ത് കിട്ടിയായിരുന്നു നമുക്ക്. ഇതിങ്ങനെ നടത്തി. ഇത് വേറെ ഒരു ചേമ്പാണ് കേട്ടോ. ഇത് വേറൊരു ചേമ്പാണിത്. ഇത് നമ്മുടെ കണ്ണൻ ചേമ്പെന്ന് പറയില്ലേ, നമ്മളവിടെ കണ്ണൻ ചേമ്പെന്ന് പറയും. അതാണിത്. ഇനിയും വേറെ 1-2 ചേമ്പുകളൊക്കെ അവിടെ ഞാൻ കുഴിച്ച് വെച്ചതുണ്ട്. അതിനെ എടുത്തിട്ട് വരണം. ഇതിനെ നമുക്ക് 2 ആക്കാം. അപ്പം ഇത്രയേ ഉണ്ട് നമുക്ക് ചേമ്പിൻ്റെ തടകൾ. 1-2 തടം വെട്ടിയിട്ട് നമുക്ക് കുഴിച്ച് വയ്ക്കാം. ഇപ്പം മഴയുണ്ടല്ലോ, 2 ദിവസം കൊണ്ട് നല്ല മഴയുള്ളത് കൊണ്ടേ മണ്ണ് ഇളകുമെന്നാണ് എനിക്ക് തോന്നണത്. നോക്കാം നമുക്ക് എന്തായാലും.